ഒരുമിച്ച് കൈ മൂന്ന് നിലത്തൊക്കെ ഒന്ന് ചോദിച്ചാലോ? മൂന്ന് നിലത്തൊക്കെ അച്ചക്രം പൊട്ടിട്ടുണ്ടാ? അച്ചക്രം പൊട്ടു, കമ്പിത്തിരി പൊട്ടൊന്നുമില്ല. ദേവൂട്ടിക്ക് ഒരു പേടിയുമില്ലേ? കത്തിച്ചോ കത്തിച്ചോ. എടാ ദൈവത്തിനടുക്ക മുട്ടായിണ്ടാ? ഓ, ഈ പൈസ കൊണ്ട് മുട്ടായി വാങ്ങും. അയ്യാ കാണട്ടെ പൈസ എത്ര കിട്ടിയെന്ന് കൈ നീട്ടോ. ആ, കൊറേ കിട്ടിയല്ലോ. വലത് കൈ കൊണ്ട് വാങ്ങണം കേട്ടോ. മോൻറ്റനെ കൊടുക്കുന്നു. ഒന്ന് മോൻറ്റനെ കൊടുക്ക. ആ പിടിച്ചോ. നാട്ടി ഇവിടെ വന്നോ? നാനുട്ടിക്ക് കൊടുക്കണേ ഒന്നേ. സൈഡ് പിടി. പൊള്ളൂല താനും. പിടിച്ചോ, അറ്റത്ത് പിടിച്ചായി. ഹായ് ഗായ്സ്, ഇന്ന് വിഷുവാണ്. നമ്മൾ കണ്ണൂർക്കാർക്ക് വിഷുവിന് സദ്യ മാത്രം, സദ്യയുടെ കൂടെ മെയിനായിട്ട് നമുക്ക് വേറെ ഐറ്റം കൂടി ഉണ്ടാവും. എന്താ വെച്ചാൽ നോൺ വെജ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്കിന്ന് നോൺ വെജ് ആയിട്ട് ചിക്കനാണ് വാങ്ങിയത്. കണ്ണൂർക്കാർ മാത്രമല്ല, വടക്കൻ കേരളം എന്നാണ് പറഞ്ഞത്. കണ്ണൂർക്കാർ എല്ലാരും വിഷു എല്ലാരും ആഘോഷിക്കും. പിന്നെ നോൺ വെജ് എല്ലാം ഇടയ്ക്കുണ്ടാവും. അത് ഉണ്ടാവൂല, അതുണ്ടാവും. ആഘോഷിക്കല്ലോ, ആഘോഷിക്കലെന്നല്ല, വടക്കൻ കേരളത്തിലാണ് നമ്മൾ നോൺ വെജ് ഉപയോഗിക്കുക. അതായത് ഓണത്തിനായാലും വിഷുവിനായാലും നോൺ വെജ് ഉപയോഗിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ കൂടുതൽ കണ്ണൂർ തന്നെ തോന്നുന്നേ. അപ്പോൾ ആ സമയത്ത് ചിക്കനും മത്സ്യത്തിനും വിലയും കൂടുതലായിരിക്കും. നമ്മളിന്ന് സദ്യയാണ്. അതിന്റെ കൂടെ കൂട്ടുകറി ഉണ്ട്, അവിയലുണ്ട്. അവിയല് ഉപേക്ഷിച്ചല്ലേ നമ്മള്. ചിക്കൻ ചെടി ഉണ്ട്, പിന്നെന്താ ഓലുണ്ട്, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ പായസമുണ്ട്. പായസം തീരുമാനിച്ചില്ല. ഒരാൾ പറയുന്നത് സേമിയ പായസം മതി, ഒരാൾ പറയുന്നത് പ്രഥമ വെക്കാന്ന്. അപ്പൊ അത് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വെക്കും എന്തെങ്കിലും ഒരു പായസം. പിന്നെ രാവിലെ തന്നെ അടയുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയതാണ് അട. കണി വെക്കാനും എടുത്ത് അടയുണ്ട്. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കിയതാണ്. നമ്മൾ അടയുണ്ടാക്കി കണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ രാവിലെ അടയും ചായ, പഴം അതെല്ലാം കഴിച്ച്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്റെ കൈക്ക് സുഖമില്ലാതുകൊണ്ട് സവിതേനെ സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമമാണ്. സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട്. അതുകൊണ്ട് ഭക്ഷണമൊന്നും വേണ്ട.
അതുകൊണ്ട് ഭക്ഷണമൊന്നും വേണ്ട, വായാക്കിട്ട് നേരവും ഇല്ല. ഇങ്ങനെ പണിയെടുക്കുമ്പോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. ഇടക്കിടക്ക് ചെയ്തു തരുന്നതാണ് ഒരു തേങ്ങ പൊടിച്ച് അത് ഇത് ചെറുക്കി തരില്ല, അതിനും കൂടി ഇപ്പൊ കഴിയുന്നില്ല. അതാണ് എന്റെ സങ്കടം. ഇടക്ക് ടി വി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ശ്രീയേട്ടാ ഒന്ന് തീർക്കാൻ, ശ്രീയേട്ടാ ഒന്ന് തീർക്കാൻ, ഇന്നൊന്നുമില്ല സുഖം. അതെ, അമ്മയ്ക്കൊക്കെ നല്ല സുഖമുണ്ട്. അല്ല കൈ ഇങ്ങനെ ആയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിൽ ഇങ്ങനെ ചിരിച്ചോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഹായ് 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 കൈ ഒടിഞ്ഞ സമയം നല്ല സമയം. എന്നിട്ട് ഡയലോഗിനൊരു സ്വാദുമില്ല. പിന്നെ കൂട്ടുകാരിയല്ലേ എന്റെ കൂട്ടുകാരി സാമ്പാർ അല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അമ്മേന്റെ വീട്ടിൽ നിന്ന് അമ്മ വെക്കുന്നുണ്ട്. ഇവള് കൂട്ടുകാരി വെച്ച് ചിക്കൻ ഫ്രൈ ആക്കുന്നത്. ചിക്കൻ ഫ്രൈ, കൂട്ടുകറി, അവിയല്. അല്ല, അവിയല് പച്ചരി ഉള്ളതുകൊണ്ട് അത് ക്യാൻസലാക്കി. അടിപൊളിയായിട്ട് വെക്കണേ, അല്ലെങ്കിൽ അടിപൊളിയല്ലേ വെക്കല്. എന്നാലും ഫ്രൈ ആക്കിട്ട് വെക്കും, നല്ല സൂപ്പറായിട്ട് വെക്കണം. എന്നാലും ബിരിയാണി അതുകൊണ്ട് ചിക്കൻ കേൾക്കുമ്പോ ഇപ്പൊ എന്തല്ലോ ആകും. നല്ല ബിരിയാണി അല്ലേ, സൂപ്പർ ബിരിയാണി. ആരാ വെച്ചെന്ന് ചോദിക്ക്. ഞാൻ പറഞ്ഞാന്ന് നീ വെച്ച്. പിന്നെ നീ അമ്പലത്തിലെന്താ പോയ? അമ്പലത്തിലെന്താ പോകാനിന്നാ പറയുന്നില്ല ഞാൻ ബാക്കി. ഞാൻ പറഞ്ഞ നീ പിള്ളേരെ കൂടി കൂടുന്നില്ല, ഞാൻ പറഞ്ഞ നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു അമ്പലത്തിൽ വിഷുവായിട്ട് വിളിച്ചിട്ട് വരാൻ കഴിയില്ല, രാവിലെ എണീക്കാൻ കഴിയില്ല. അത്യാവശ്യം പോകും ബസ്സിന് കടവ്, അങ്ങനെ എപ്പോഴെങ്കിലും. വിഷുവിനല്ലേ അമ്പലത്തിൽ പോണ്ട എല്ലാരും. നിങ്ങളെ വിളിച്ച നിങ്ങൾ വന്നോളാം. എനിക്കറിയാം അമ്പലത്തിൽ അങ്ങനെ താല്പര്യമില്ല. അമ്പാടി ദേവൂട്ടിയിലെ പോയെ? അമ്പാടി കളിക്കാൻ പോയി. ദേവൂട്ടി അവരപ്പുറം അങ്ങ് ദേവൂട്ടി ശിശുവിനെ പോയി അല്ലേ? പോയി. ആറേ പണിയുണ്ട്. അടുത്ത ഇനി ഫ്രൈന്റെ പണി. അപ്പൊ കൂട്ടുകാരെ ഇനി ഫ്രൈ, ചിക്കൻ ഫ്രൈന്റെ പണിയാണ്. ചോറെടുന്ന് വെക്കുന്നത്? ചോറമ്മ വെക്കുന്നുണ്ട്. എന്നോട് കറി ചിക്കൻ എല്ലാം വെക്കാൻ പറഞ്ഞു. ചോറും സാമ്പാറും അമ്മ വെച്ചോളൂന്ന് പറഞ്ഞ് ബാക്കി കൂട്ടുകറി, ചിക്കൻ, വറവ് ഇതെല്ലാം എന്നോട് വെക്കാൻ പറഞ്ഞു. നമ്മ പണിയെളുപ്പല്ലേ, പണി കഴിഞ്ഞല്ലോ. പകുതിയാടിയും പകുതിയാക്കുമ്പോ എല്ലാ കൊല്ലം ഇവിടെ വീട്ടില് പോകുന്നുണ്ട്. വിഷുവാണത്തിന് പോകുന്നു. ഇപ്രാവശ്യം അടുത്ത ആഴ്ച ഒരു കല്യാണം ഉള്ളതുകൊണ്ട് അന്ന് പോകാന്നിട്ട് വിഷുവിന് പോകുന്നില്ല. ഇവിടെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് വിഷുവിന് പോകണ്ട. അത് നമുക്ക് കിട്ടിയ ലോട്ടറി. ആദ്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, അല്ലെങ്കിൽ പോകാൻ മനസ്സുണ്ടായിട്ടൊന്നുമല്ല. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയാ, മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയാ, കാവുകളിൽ താലപ്പൂപ്പൊലിയ, തങ്കത്തേരിലേറും കുളിരന്തിത്താരകങ്ങൾ ഒരു മടിയില്ലേ ആസ്വദിച്ച് പാട്ടും പാടിയിട്ടുണ്ട്. ചോറും കറി ആയിട്ടാകുമ്പോൾ വിളിച്ചു കേട്ടോ. ഞാൻ കുറച്ച് ടി വി കാണുന്നു. അധികം ലേറ്റ് ആക്കറേ ചോറാകാൻ. മാക്സിമം പോയാൽ ഒരു 1:15. സവിതാന്റെ ചിക്കൻ ചുക്കയാ, ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ടേ. റെഡിയായി. ഫ്രൈ ആദ്യം പറഞ്ഞു, പിന്നെ വിചാരിച്ച് ചിക്കൻ ചുക്കയാക്കാം. നല്ല അടിപൊളി ചുക്ക ആയിട്ടുണ്ട്. നല്ല ഇത് നല്ല പൊറോട്ടേന്റെ എല്ലാം ഒരുമിച്ച് കിട്ടണം മോനെ. കാണാനേ ഭംഗിയുള്ളൂ, തിന്നാലല്ലേ പറയാൻ കഴിയൂ. അപ്പളേക്ക് കുറ്റം പറയുന്നു. നോക്കാം. വിഷു സ്പെഷ്യൽ ചിക്കൻ ചുക്ക. ആരും കേൾക്കുമ്പോ വിഷുവിന് ചിക്കൻ ചുക്ക ആക്കുന്നത്. ഓണത്തിനും വിഷുവിനും ചിക്കൻ ഉണ്ടാവും. എനിക്ക് മത്സ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ ചിക്കൻ, ഇറച്ചികള്. ബീഫൊന്നും കഴിക്കൂലേ? ബീഫൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കില്ല, വാങ്ങൂല. ചിക്കൻ, മട്ടൺ അങ്ങനെ എന്തെങ്കിലും, ചിക്കനും മട്ടനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മളെ ഭക്ഷണം എല്ലാം ആയി, ചോറായി, ചോറും കറികളും എല്ലാം ആയി, ചിക്കൻ ചുക്കിയായി. ഇനി വറുത്ത് തിന്നാതെ ഞാൻ പണിയെടുക്കുന്നുണ്ട് കാണിക്കാൻ വേഗം വന്നിട്ടൊന്ന് ഗ്യാസ് കത്തിച്ചു. ഒന്നും ചെയ്തിട്ടില്ലാന്ന് പറയണ്ട, ഒരു ഗ്യാസ് കത്തിച്ചു തരിക. അപ്പൊ എല്ലാരും
വിഷു ആഘോഷങ്ങളെല്ലാം എങ്ങനെയാണെന്നെല്ലാം ഒന്ന് പറയണേ. ഒരു കൈ കൊണ്ട് പറ്റും പോലെ കടുക് വറുക്കുമ്പോൾ തേങ്ങാ കൊത്തി തരുക, വേറെ ഒന്നുമില്ല. കടുക് പൊട്ടിക്കുമ്പോൾ തേങ്ങാ കൊത്തിടാൻ മാത്രം.